പഴം പൊരിക്കാനുള്ള പഴം മുറിച്ച് വെച്ചതായത്. ഇനി നമുക്ക് പഴം പൊരിക്കുന്ന മാവ് കൂട്ടാം. മൈദയിലേക്ക് മുട്ട ഉടച്ച് വന്നത് വെച്ചതാട്ടോ ഇത്. പഞ്ചസാര ഇടാം. ആവശ്യത്തിൻ്റെ പഞ്ചസാര ഒരു 2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഇട്ടിട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇത്തിരി വെള്ളം ഒഴിച്ച് നല്ലപോലെ നമുക്ക് 2 ഏലക്കായ ഇട്ടിട്ടുണ്ട്. ഒരു 100 ഗ്രാം മൈദ ഞാൻ ചേർത്തിട്ടുണ്ട്. 2 വലിയ പഴമായിരുന്നു. കട്ടില്ലാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് കോരി വയ്ക്കാം. ഓയിലൊന്ന് ചൂടാകട്ടെ. അപ്പം നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് പഴം അതിലേക്കിട്ട് പൊരിച്ചെടുക്കാം. ഓയിൽ ചൂടായിട്ടോ നമുക്ക് പഴം പൊരിച്ചെടുക്കാം. രണ്ട് വശവും മൊരിയിച്ചെടുക്കണം. ഇനി നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. റെഡിയായി കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ മുട്ട പുഴുങ്ങിയിട്ട് തോലർന്ന് വെച്ചതാണ്. ഇത് നാടൻ മുട്ട, അതാ ചെറുത്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം. ബാക്കിയും കൂടെ എല്ലാം ഫിനിഷാക്കി എടുക്കണം. എനിക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആർക്കാണ് ഇഷ്ടം? ഞാൻ എത്ര കടി ഉണ്ടെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം വാങ്ങി കഴിക്കുക പഴംപൊരി. അതാ ഇഷ്ടം. ഈ എണ്ണയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളകും പൊടി ഇടാം. ഇപ്പോൾ ഉപ്പും ചേർക്കുക. എന്നിട്ട് എന്ത് ചെയ്യാമെന്നറിയോ? ഈ മുട്ട ഇതിലേക്ക് ഇടുക. കേട്ടോ, മുട്ട പൊരിച്ച നല്ലോണം മസാല എല്ലാം പൊരിച്ചിട്ട് ഇങ്ങനെ തന്നെയാണ് കാടമുട്ടയും പൊരിച്ചെടുക്കുക കേട്ടോ. നോമ്പുണ്ട് സ്പെഷ്യല് പഴംപൊരിയും മുട്ട പൊരിച്ചത്.